ഹലോ ഓൾ. ഈ ഒരു റെക്കോർഡ് സെഷനിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബൈറ്റ്സ് ആൻഡ് സ്റ്റിങ്സ് ആൻഡ് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇപ്പോൾ ബൈറ്റ്സ് ആൻഡ് സ്റ്റിങ്സ്, പാമ്പോ അല്ലെങ്കിൽ ആനിമൽ ബൈറ്റ്സോ അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെ സ്റ്റിങ്സോ കുത്തലോ, ഇപ്പം നമുക്കറിയില്ല പല പ്രാണികൾ നമ്മൾ വന്ന് കുത്താൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെരന്ത് കടിക്കുകയോ അല്ലെങ്കിൽ ബെഡ് ബഗ് മൂട്ട കടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, പാമ്പ് കടിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് നമ്മളതിന് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ടത്. സാധാരണ എപ്പോഴും നമുക്കൊക്കെ പറ്റാറുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും പേടിയുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആനിമൽ നമ്മുടെ ബൈറ്റ് അല്ലെങ്കിൽ സ്റ്റിങ് ചെയ്യുമ്പോൾ അവിടെ സാധിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ പറയുന്ന ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഈ ആനിമൽ ക്യാൻ ഇൻസേർട്ട് അല്ലെങ്കിൽ ക്യാൻ ഇൻട്രൊഡ്യൂസ് വിഷം ഇൻ ടു ആ ബോഡി. നമ്മുടെ ബോഡിയിലോട്ട് വിഷം കുത്തിവെക്കാം. വിഷമൊന്നും കുത്തിവെച്ചില്ലെങ്കിൽ തന്നെ ചെറിയ എമൗണ്ട് ഓഫ് വിഷം എങ്ങാനും കുത്തിവെച്ചാൽ, അല്ലെങ്കിൽ ചെറിയൊരു കെമിക്കൽ ഇറിറ്റൻ്റ് ഉണ്ടായിട്ട് നമ്മുടെ ബോഡിയിൽ അലർജി റിയാക്ഷൻസ് ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ പറയുന്ന കടിപ്പാട് മൂലം നമ്മുടെ ബോഡിയിൽ സ്കിന്നിലൊരു പങ്ക്ചർ ഉണ്ടാവുകയും അതുവഴി നമുക്ക് വേറെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടാകാം. ഈ കടി അല്ലെങ്കിൽ കുത്തിൻ്റെ പാട് മൂലം നമുക്ക് അവിടെ പെയിനും റെഡ്നെസ്സും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഏത് കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും വിഷം സ്പ്രെഡ് ചെയ്യരുത്, അല്ലെങ്കിൽ വിഷത്തിനെ എത്രയും പെട്ടെന്ന് മാറ്റാൻ സാധിക്കണം, അലർജി കുറയ്ക്കണം, വേദന കുറയ്ക്കണം, വേറെ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് വേണ്ടത്. നമുക്ക് ആദ്യം പാമ്പിൻ്റെ കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. സോ പാമ്പുകൾ, നമുക്കറിയാം പലതരം പാമ്പുകളുണ്ടല്ലേ നമുക്ക് ചുറ്റും. വിഷപ്പാമ്പുകളുണ്ട്, വിഷമില്ലാത്ത പാമ്പുകളുണ്ട്. സോ ദ സ്നേക്സ് ക്യാൻ ബി ഡിവൈഡ് ടു കാറ്റഗറീസ്, ദാറ്റ് ഇസ് വെനമസ് സ്നേക്സ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ്. നോട്ട് ഓൾ സ്നേക്സ് ദാറ്റ് യു സീ അറൗണ്ട് ഇസ് എ വെനമസ് സ്നേക്സ് അല്ലേ. എല്ലാവർക്കും വിഷമൊന്നും ഇല്ല. പക്ഷേ പാമ്പ് കടിയേറ്റാൽ നമുക്കറിയാമല്ലോ, നമുക്ക് പേടിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ 2025 മുതൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൻ്റെ അത് തന്നെ ഏറ്റവും കൂടുതൽ വൈൽഡ് ആനിമൽ ഏറ്റവും ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങളാണ്. സോ പാമ്പിൻ്റെ കടിയേറ്റാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പാമ്പുകൾ ഞാൻ പറഞ്ഞ പോലെ വിഷമുള്ള പാമ്പുകളുണ്ട്, വിഷമില്ലാത്ത പാമ്പുകളുണ്ട്. അപ്പം നിങ്ങളുടെയോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരോ ദേഹത്ത് ഒരു പാമ്പ് കടി ഏറ്റ ഒരു സാധ്യതയുണ്ടെങ്കിൽ നോക്കുക, ആ പാമ്പ് കടിൻ്റെ കടിപ്പാട്, മുറിവിൻ്റെ പാട് എങ്ങനെയാണ്. ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് ഹൗ ഇസ് ദ വൂണ്ട് ലുക്കിംഗ് ലൈക്ക്. ഇപ്പോൾ ഈ ഡ്രാക്കുള പല്ലുകൾ വരുന്ന പോലെ ഇതുപോലെ 2 മാർക്കാണെങ്കിൽ വിഷപ്പാമ്പാകാനുള്ള സാധ്യതയാണ്. കാരണം വിഷപ്പാമ്പുകൾക്ക് ഇതുപോലെ 2 ഫാങ്സ് ഉണ്ട്, അതുവഴിയാണ് അവർ വിഷം കുത്തുന്നത്. അതല്ല, വിഷമില്ലാത്ത പാമ്പുകൾക്കാണെങ്കിൽ അവർക്ക് ഒരു സീരീസ് ഓഫ് സെമി സർക്കുലർ ടീത്ത് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ സെമി സർക്കുലർ ആയിട്ടുള്ള മുറിവായിരിക്കും ഉണ്ടാകുക. അപ്പോൾ വിഷപ്പാമ്പുകൾ തന്നെ 2 തരത്തിലുള്ള വിഷപ്പാമ്പുകൾ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൂർഖനുണ്ട്, അണലിയുണ്ട് അല്ലേ, കോബ്രാസ് അതെ, വൈപ്പേഴ്സ് അതെ, ക്രേറ്റ് അല്ലെങ്കിൽ ശംഖുവരയനുണ്ട്, പിന്നെ കടൽ പാമ്പുകളുണ്ട്. ഇതിൻ്റെ അകത്ത് വൈപ്പർ എന്ന് പറയുന്ന പാമ്പുകൾ അല്ലെങ്കിൽ അണലിപ്പാമ്പുകൾ, നമുക്ക് സാധാരണ അണലിയുടെ വിഷം, അതായത് വിഷം തന്നെ 2 രീതിയിലുള്ള വിഷങ്ങളുണ്ട്. ഒന്ന് ബ്ലഡിനെ ബാധിക്കുന്ന വിഷം, അതായത് ഹെമറ്റോടോക്സിക് പോയ്സൺ, ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ന്യൂറോടോക്സിക് വിച്ച് എഫക്ട്സ് എ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ബൈ കോബ്രാസ്, മൂർഖൻ പാമ്പ്. അപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റാൽ ആ വിഷം ദേഹത്ത് കടന്നാൽ അത് നമ്മുടെ മസിൽസിനെയാണ് ബാധിക്കുക. അപ്പോൾ ബ്ലേഡ് വിഷൻ, കണ്ണ് കാണാൻ പറ്റാതായി പോവുക, അല്ലെങ്കിൽ മസിൽസിനെ ബാധിക്കുക, അതായത് നെർവസ് സിഗ്നൽസിനൊക്കെ ഡാമേജ് വരുമ്പോഴത്തേക്കും ബ്രീതിങ് ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നാണ് അപകടം സംഭവിക്കുന്നത്. അതല്ല, ഹെമറ്റോടോക്സിൻ എന്ന് പറയുന്ന ഈ പറയുന്ന അണലിപ്പാമ്പിൻ്റെ വിഷമാണെങ്കിൽ ഹെമറ്റോടോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് എഫക്ട്സ് എ ബ്ലഡ്. സോ ബ്ലഡിനെയാണ് നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലും ടിഷ്യൂ ഡെത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏതാണെങ്കിലും നമുക്ക് ഈ വിഷം മാറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സാധ്യത, സിംറ്റംസ് എന്താണെങ്കിലും സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും വിഷമില്ലാത്ത പാമ്പാണെങ്കിൽ അവിടെ ചെറിയൊരു വേദനയും നീർക്കെട്ടുമായിരിക്കും ഉണ്ടാകുക. വിഷമുള്ള പാമ്പുകളാണെങ്കിൽ നീർക്കെട്ടും ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പങ്ക്ചർ മാർക്കും ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം പാമ്പ് കടിയേറ്റാൽ? ആദ്യം പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ യു ഷുഡ് നോട്ട് റൺ.
നമ്മൾ കാമായിട്ടിരിക്കുക. നമ്മൾക്കാണ് പാമ്പ് കടിയേറ്റെങ്കിൽ നമ്മൾ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. വേറൊരാൾക്കാണ് പാമ്പ് കടിയേറ്റെങ്കിൽ അയാളെ നമ്മൾ സമാധാനപൂർവ്വം അയാളെ കാമായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ദ മോർ യു ഗെറ്റ് പാനിക്, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കൂടുക എന്ന് പറയുമ്പോൾ ഈ കടിയേറ്റ വിഷം അത് പെട്ടെന്ന് ദേഹത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ മാക്സിമം കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ ആൾ നടക്കാതിരിക്കുക, അയാളെ കാമായിട്ട് എവിടെയെങ്കിലും ഇരുത്തുക. ആൻഡ് എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഹെൽപ്പിന് വിളിക്കുക. ഓക്കെ, ഒറ്റയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽപ്പിന് ഷൗട്ട് ചെയ്യുക. ഇതാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സേഫർ സ്പേസിലോട്ട് മാറണം. ഇനി പാമ്പ് അപ്പോഴും കടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ വടിയോ എടുത്ത് എത്രയും പെട്ടെന്ന് പാമ്പിനെ അടിച്ച് പാമ്പിനെ ഓടിക്കുക. ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കുക. മുറിപ്പാടിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ മുറിപ്പാട് ജസ്റ്റ് ചെറിയൊരു ബാൻഡേജ് കൊണ്ട് കെട്ടുക. ഈ കെട്ടുമ്പോൾ ഭയങ്കര കട്ടിയിൽ, നമ്മൾ സിനിമയ്ക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കട്ടിക്ക് മുറിയുടെ തൊട്ട് മുകളിലായിട്ട് കെട്ടി വെച്ച് ആ വിഷപ്പാമ്പ് കടിയേറ്റ് അവിടെ ഒരു മുറിവൊക്കെ ഉണ്ടാക്കി അതിൽ കൂടെ വിഷം നേരെ വലിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ വിഷം നമ്മൾ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളയുന്ന രീതിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ സിനിമകളിൽ. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടുക എന്ന് പറയുമ്പോൾ തന്നെ മുറിവ് എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ ഇവിടെയാണ് മുറിവുണ്ടെങ്കിൽ ഈ മുറിവിൻ്റെ ഇവിടെ വെച്ചിട്ട് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ട് കുറയും അല്ലേ. നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഇങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയാന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് ബ്ലഡ് എത്തിയില്ലെങ്കിൽ ഈ ടിഷ്യൂ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടുത്തെ ടിഷ്യൂകളെല്ലാം നശിച്ചു പോകാനല്ല നമുക്ക് വേണ്ടത്. സോ വാട്ട് യു ഷുഡ് ഡൂ ഇസ് ദാറ്റ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒരു ചെറിയൊരു ബാൻഡേജ് കെട്ടണം. ഇറ്റ് ഷുഡ് നോട്ട് ബി വെരി ടൈറ്റ്, ഇറ്റ് ഷുഡ് ബി കുറച്ച് ലൂസായിട്ട് കെട്ടുക. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം അനക്കാതിരിക്കുക. കാരണം ഒരുപാട് ബ്ലഡ് ഓടിയിറങ്ങി ദേഹത്ത് മൊത്തം മെയിൻ ബോഡി പാർട്ടിലോട്ട് വെനത്തിൻ്റെ കോൺസെൻട്രേഷൻ ഒരുപാട് എത്തരുത്, എന്നാൽ ബ്ലഡ് ഫ്ലോ നടക്കുകയും ചെയ്യണം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് അവിടെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ദി ഓർണമെൻറ്റ്സ്. ടൈറ്റ് ക്ലോത്തിൽ റിമൂവ്. കാരണം പെട്ടെന്ന് തന്നെ നീര് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നീര് വെക്കുമ്പോൾ ഓർണമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും അത് ബ്ലഡ് ഫ്ലോയിനെയും കുറയ്ക്കുകയും ആ ഓർണമെൻറ്റ്സിന് ശേഷമുള്ള ഭാഗം ചത്തുപോകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ്, ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റുള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുക. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, സർപ്പം എന്നൊരു ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ആ ആപ്പ് കോൺടാക്ട് ചെയ്താൽ എവിടെയാണ് ആൻറ്റിവെനം ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുറിവ് മുറിക്കുകയോ മുറിവിന്മേൽ ഐസ് വെക്കുകയോ ചെയ്യരുത്. മുറിവ് മുറിച്ച് അവിടെ നിന്നുള്ള വിഷം സക്ക് ചെയ്തെടുക്കാനോ ശ്രമിക്കരുത്. കാരണം നമ്മൾ സക്ക് ചെയ്തെടുക്കുന്ന വഴി അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വായിലുള്ള ഓൾറെഡി അതൊരു മുറിവാണ്, ആ മുറിവിലോട്ട് നമ്മുടെ വായിലുള്ള ബാക്ടീരിയ നമ്മൾ അങ്ങോട്ട് പടർത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ദ അതർ റിസ്ക് ദാറ്റ് ഈസ് അവൈലബിൾ ഇസ് ദാറ്റ് വെൻ യു സക്ക് ഔട്ട് ദി വെനം, അതായത് ഇഫ് യു ആർ സക്കിങ് ഔട്ട് ദി വെനം ഫ്രം അനദർ പേഴ്സൺ ആൻഡ് ഇഫ് യുവർ മൗത്ത് ഇൻസൈഡ് യുവർ മൗത്ത്, നമ്മുടെ വായിക്കുള്ളിൽ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ ദർ ഇസ് എ ഹൈ ടെൻഡൻസി ദാറ്റ് ദ വെനം ക്യാൻ ഗെറ്റ് ഇൻസൈഡ് യുവർ മൗത്ത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിഷം സക്ക് ചെയ്തെടുത്ത് തുപ്പിക്കളയാൻ പാടില്ല. പിന്നെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ കെട്ടുക, എന്താ ഹൃദയത്തിന് താഴോട്ട്. ഓക്കെ, കീപ് ദ ബൈറ്റ് പാർട്ട് ബിലോ ദ ബോഡി ലെവൽ, ബാൻഡേജ് വെച്ച് ലൂസായിട്ട് കെട്ടുക, റിമൂവ് ദ ഓർണമെൻറ്റ്സ് ആൻഡ് ടേക്ക് ദ പർട്ടിക്കുലർ പേഷ്യൻറ്റ് ഓർ ദ വിക്ടിം ടു ദ ഹോസ്പിറ്റൽ. ഇനി പാമ്പ് ഈവൻ അടിയേറ്റ് ചത്തു എന്ന് വിചാരിച്ചിട്ട് പാമ്പിനെ പിടിക്കാൻ പോയത്, കാരണം പാമ്പ് ചത്തു പോയാൽ ദർസ് എ ഹൈ റിഫ്ലെക്സ് ആക്ഷൻ. പാമ്പിൻ്റെ ഒക്കെ നെർവസ് സിസ്റ്റം പഴയ ടൈപ്പ് ഓഫ് നെർവസ് സിസ്റ്റമാണ്. സോ വാട്ട് ഹാപ്പൻസ്, ഈവൻ ഇഫ് ദ സ്നേക്ക് ഇസ് ഡെഡ്, ഇഫ് യു ട്രൈ ടു ഹോൾഡ് ദ സ്നേക്ക് ബൈ ഇറ്റ്സ് ഹെഡ് വഴി തല വഴി പിടിക്കാൻ നോക്കി ചിലപ്പോൾ പാമ്പ് ഒന്നുകൂടെ കടിക്കാൻ സാധ്യതയുണ്ട്. സോ യു ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്താണ്, വിഷപ്പാമ്പാണ് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാമായിട്ടിരിക്കണം. ആ മുറിവുള്ള ഭാഗത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ബാൻഡേജ് വെച്ച് കെട്ടണം. ആ കെട്ടുന്നത് എന്ന് പറയുന്നത് മുറിവുള്ള ഭാഗം ഹൃദയത്തിന് താഴോട്ട് വയ്ക്കുക, മാക്സിമം കുറച്ച് നടത്തുക, ആളെ കാമായിട്ട് വയ്ക്കുക, എത്രയും പെട്ടെന്ന് ആൻറ്റിവെനമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ്. താങ്ക് യു.